ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ 7 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടാവാം. ഇതിൽ തെറ്റേത് ശരി ഏത്, ഇതിൽ ഞാൻ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്ന ഒരു എനർജിയാണിത്. ഇതിൽ അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ഈ ഒരു സമയം തീരുമാനമെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ തീരുമാനമെടുക്കാതിരിക്കുക. കാരണം നമ്മളൊരുപാട് മനസ്സൊരുപാട് വിഷമിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാകണം എന്നില്ല. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഇത്തരത്തിലൊരു സിറ്റുവേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് നിങ്ങളുടെ മനസ്സൊന്ന് സ്വസ്ഥമായി കഴിഞ്ഞതിന് ശേഷം തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ചോയ്സ് ഉള്ളൊരു ദിവസമാണ്, അല്ലെങ്കിൽ ഒരു സമയമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് എന്ന് കാണുന്നുണ്ട്. നമ്മൾ കൂടുതലും കാര്യങ്ങൾ ആലോചിച്ച് മാറ്റിവെക്കുന്നതിന് പകരം തീർച്ചയായിട്ടും അതിൽ നമ്മൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഏത് കാര്യത്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് ചിന്തിച്ച് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പൂർണ്ണമായും നിങ്ങളൊന്ന് ഒഴിവായി പോകാൻ ശ്രമിക്കുക. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മൊബൈൽ അഡിക്ഷൻ ആയിരിക്കാം. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിക്കളയാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് വേൾഡ് കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു പൂർണ്ണത വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതിൽ കുറേ ആൾക്കാരും ദൈവം നമുക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റുകളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും കഷ്ടതയിലാണ്, അല്ലെങ്കിൽ എനിക്ക് ഒന്നും പറ്റുന്നില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവർക്കൊന്ന് തിരിച്ചു ചിന്തിക്കാനുള്ളൊരു അവസരമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് മേജർ അർക്കാനയിലെ അവസാനത്തെ കാർഡാണ്, ഫുൾഫിൽമെൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു ആത്യന്തികമായ ലക്ഷ്യം എന്താണ്, അത് ഫുൾഫിൽ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമെന്ന് തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ ചിന്തിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിൽ ദൈവം പലതരത്തിലുള്ള ഗിഫ്റ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ചില ആൾക്കാർക്കത് കലാപരമായ കഴിവുകളാവാം, അതായത് ചിത്രം വരയ്ക്കുന്നത്, ഡാൻസ് ചെയ്യുന്നത്, അഭിനയിക്കുന്നത്, പാട്ട് പാടുന്നത്, അല്ലെങ്കിൽ ഫാഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം ആൾക്കാർക്കും ദൈവം ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മളത് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. നമുക്ക് എന്ത് കഴിവാണ് ഉള്ളതെന്ന് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പാടാനൊക്കെ അറിയാവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ ഒന്ന് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിലുള്ള ഇത്തരം കഴിവുകൾ നമ്മളൊന്ന് മാർക്കറ്റ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്.
അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകൾ മനസ്സിലായി. മാത്രമല്ല ഒരു പൂർണ്ണതയുള്ള ആളാണെന്നുള്ളതാണ് നിങ്ങൾ. കാരണം നിങ്ങൾക്ക് കുറേ തിരിച്ചറിവുകളും കുറേ പ്രശ്നങ്ങളുമൊക്കെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴാണ് നിങ്ങൾ എന്താണെന്നുള്ളത് സ്വയം തിരിച്ചറിയാൻ പറ്റിയത്, നിങ്ങൾക്ക് നിങ്ങളാകാൻ പറ്റിയത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ടാവാം. ആ ഒരു ചുറ്റുപാടിൽ മാത്രം നിങ്ങളിങ്ങനെ തളയ്ക്കപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ തീർച്ചയായിട്ടും അതിൽ ഒരുപാട് സന്തോഷങ്ങളും നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവാം, അനുഭവിച്ചിട്ടുണ്ടാവാം. അതിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണെന്നാണ് നിങ്ങൾ അന്ന് വിചാരിച്ചിരുന്നത് എങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അവിടെ നിന്നും ഫ്രീ ആയി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫ്രീഡം കിട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളിലെ ആ ഒരു യാഥാർത്ഥ്യം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെ സമാധാനത്തിലും സന്തോഷത്തിലുമൊക്കെ നിങ്ങളിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു സ്പിരിച്വൽ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അതുപോലെ തന്നെ സ്പിരിച്വലി എന്താകാനാണോ ആഗ്രഹിക്കുന്നത് അത് ആയിത്തീരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും യൂണിവേഴ്സ് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഏഞ്ചൽസ് ഒരു സപ്പോർട്ടിന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം. അവിടെ നിന്നും ഒരു ഗൈഡൻസ് കിട്ടുന്നതുമാകാം. അതുപോലെ തന്നെ ഇതിലൊരു യാത്ര പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും യാത്രയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു യാത്രയ്ക്ക് പറ്റുന്ന ഒരു സമയമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു സമയം നടക്കാനുള്ള കുറേയധികം സാധ്യതകളാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ വേൾഡ് എന്ന് പറയുന്നത് ഒരു നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഒന്ന് ഫുൾഫില്ല് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സമാധാനത്തോടും സന്തോഷത്തോടും ഒക്കെ ഇരിക്കാൻ പറ്റിയ കുറേയധികം അവസരങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു പുതിയ തുടക്കമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങളിലേക്ക് പുതിയ ഗുഡ് ന്യൂസ് വരാൻ സാധ്യതയുണ്ട്, പുതിയ മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുതിയ അവസരങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങളുടെ ഏതോ ഒരു പാഷൻ അത് നിങ്ങളൊന്ന് പൊടി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ്. മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് പുതിയ റിലേഷൻഷിപ്പ്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും പുതിയൊരു ബിഗിനിങ് ഉണ്ട്. നിങ്ങളത് തിരിച്ചറിയുന്നില്ലെങ്കിൽ പോലും എന്തൊക്കെയോ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ആഗ്രഹം അത് സഫലീകരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും നിങ്ങൾ ഉപേക്ഷിച്ചതിന് ശേഷം പുതിയൊരു തുടക്കത്തിലേക്ക് മാറുന്ന സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഭാരപ്പെട്ടൊരു ജോലി നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ ഇഷ്ടമുള്ളൊരു കാര്യം തീർച്ചയായിട്ടും ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചില റിലേഷൻഷിപ്പ് അത് നിങ്ങൾ അവസാനിപ്പിച്ച് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന ചില ആളുകളിലേക്ക് പോകുന്നതായും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ തുടക്കമാണ്, പുതിയ പ്രതീക്ഷകളാണ്. ഇതിൽ നിങ്ങളിവിടെ ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. അതായത് നമ്മളൊരു സ്റ്റെപ്പ് എടുത്താൽ മാത്രമേ ബാക്കി ദൈവം ചെയ്യുകയുള്ളൂ. ഇതിൽ നിങ്ങളൊരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് വഴി കാണിക്കാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ നിങ്ങളോടൊപ്പം ഒരു ആളുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ ഗൈഡ് ചെയ്യുന്നൊരു ആളുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളൊരു യാത്രയുടെ ആരംഭത്തിലാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ നിങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ ഒരു സമയം മുതൽ നിങ്ങളൊരു യാത്രയുടെ തുടക്കത്തിലാണ് എന്ന് തീർച്ചയായിട്ടും ഉറച്ചു വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഈ സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു 8 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ പെട്ടെന്നൊരു ചേഞ്ച് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്.
അപ്പോൾ ആ ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പ്രൊമോഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ പുതിയൊരു ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതുമാകാം. മാത്രമല്ല ഒരു റീയൂണിയൻ്റെയൊക്കെ സമയം കൂടിയാണ്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നടത്തുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ വളരെ സ്പീഡിൽ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഒരു ട്രാവൽ ചെയ്യുന്ന എനർജിയും ഇതിലുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രസ് ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ അങ്ങനൊരു നല്ലൊരു സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ കാത്തിരുന്നൊരു വിക്ടറി അത് നിങ്ങളിലേക്ക് വരുന്നൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്താനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു വഴി ഈസി ആക്കി തരുന്നൊരു എനർജിയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് പോകാനുള്ള ഏതോ ഒരു കാര്യം അത് ദൈവാനുഗ്രഹം കൊണ്ട് ഈസി ആക്കി തരാനുള്ളൊരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിലൊരു സക്സസിൻ്റെ എനർജിയാണ്. നിങ്ങൾ കുറേ കാലമായി ഇപ്പോൾ ജോലിക്ക് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇവിടെ ഒരു 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഉണ്ട്, വെയിറ്റിംഗ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കുറേയധികം സാധ്യതകൾ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 7 ഓഫ് കപ്സും ഉണ്ട്. അങ്ങനെ എത്തുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി ഒരു കാര്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ പോസിറ്റീവായിട്ട് ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ പേജ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്കൊരു പുതിയ തുടക്കം തന്നെയാണ്. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ഇത് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തൊരു കാര്യമായിരിക്കാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ വിട്ടുകളഞ്ഞിട്ടുള്ളൊരു കാര്യമായിരിക്കാം ഇത്. അതായത് സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഉപേക്ഷിച്ചൊരു കാര്യമായിരിക്കാം ഇത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നൊരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ലഭിക്കാനുള്ളൊരു സാധ്യതയും ഇതിൽ പറയുന്നുണ്ട്. ചില ആളുകൾ പുതിയൊരു കോഴ്സ് എടുത്ത് പഠിക്കുന്നൊരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾക്കുള്ള വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒന്ന് കെയർഫുള്ളായിട്ട് ചെയ്യാൻ ശ്രമിക്കണം എന്നൊരു മെസ്സേജും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഹൈറഫൻറ്റിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങളൊരു സ്പിരിച്വൽ ഗൈഡൻസ് ഒക്കെ എടുക്കാനുള്ളൊരു സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളൊരു ട്രഡീഷണൽ മാരേജിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. മാത്രമല്ല ഒരു ഗുരുവിൻ്റെ പ്രസൻസ് തീർച്ചയായിട്ടും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ പറ്റുന്ന ഒരു ഗുരു, ആ ഒരു ഗുരു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ പുതിയ ചില കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ ചില അറിവുകൾ കൂടി ലഭിക്കുന്ന ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ പുതിയ അറിവുകൾ ലഭിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ഒരു യാത്ര പോകുന്നുണ്ടാവാം. അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ചില അറിവുകൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചില ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി തരുന്ന കുറേ ആളുകളെ കണ്ടുമുട്ടാനോ ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ക്യൂൺ ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എവിടെയും തുറന്നു പറയാൻ ശ്രമിക്കുമെന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടമില്ലാന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, അത് സത്യമാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾ തുറന്നു പറയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ആരെയും വേദനിപ്പിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ, പക്ഷേ അത് വളരെ ഹ്യൂമറസ് ആയിട്ട് നിങ്ങളത് പറയുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
അതുപോലെ തന്നെ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള കാരണം അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഇതിൽ നിങ്ങൾ വളരെ തന്ത്രപൂർവ്വം ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്ത് അതുപോലെ എടുത്തു ചാടാതെ കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴായാലും, ഇപ്പോൾ നിങ്ങളോട് തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോഴായാലും, ഇതാണ് ഈ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ മാറേണ്ടത്, ഈ തീരുമാനങ്ങളാണ് ഞാൻ എടുക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ മാറേണ്ട ഒരു ആവശ്യകതയുണ്ട്, അല്ലെങ്കിൽ ഇമോഷൻ നമ്മളെ ഇല്ലാതാക്കി കളയും. നമ്മൾ മുന്നോട്ട് പോകാനുള്ള നമ്മുടെ ആ ഒരു വഴികളെല്ലാം ഇമോഷൻ അടച്ചു കളയും. അപ്പോൾ അതൊക്കെ നിങ്ങളിവിടെ മനസ്സിലാക്കി പുതിയ കാര്യങ്ങളിൽ തീരുമാനമെടുത്ത്, ഉറച്ച നിലപാടുകളെടുത്ത്, അല്ലെങ്കിൽ ഉറച്ച തീരുമാനങ്ങളെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്ത് നിങ്ങൾ വളരെ തൻ്റെ ഇടത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു സമയം ഇമോഷൻസൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത്, എന്നാൽ ആവശ്യമില്ലാത്ത എടുത്തുചാട്ടങ്ങളൊന്നുമില്ലാതെ കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാര്യം അതെന്തായാലും അതിൻ്റെ ആ ഒരു റിസൾട്ട് അത് നിങ്ങൾക്ക് വളരെ സ്പീഡിൽ നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടത് മുന്നോട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വളരെ വലിയ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സമയമാണിത്. മാത്രമല്ല പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ അത് പഠിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഡെവിളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു അഡിക്ഷനൊക്കെയുള്ള ആൾക്കാരുടെ എനർജിയാണിത്. ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു എനർജി ഉണ്ട്, ടോക്സിക് അറ്റാച്ച്മെൻ്റ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന, ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ നമ്മളെ ആരെങ്കിലുമൊക്കെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് അത് കേട്ട് വിഷമിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ നെഗറ്റീവ് മൈൻഡ് സെറ്റിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് മാറി നിങ്ങളൊന്ന് പോസിറ്റീവ് ആകാനാണ് ഈ ഒരു സമയം ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. മറ്റുള്ള ആൾക്കാർ നിങ്ങളുടെ ആ ഒരു എനർജി ഡൗൺ ആക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ന്യൂസ് കൊണ്ടുവരാം. അപ്പോൾ ഇതൊന്നും നിങ്ങളെ ബാധിക്കരുത് എന്നാണ് ഈ ഒരു സമയം നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ നല്ലത് വേണോ അല്ലെങ്കിൽ ചീത്ത വേണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തകളൊക്കെ വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ നെഗറ്റീവ് ചിന്തകൾ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സമയം അതിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കുക, നിങ്ങളൊന്ന് പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ മറ്റുള്ളവരോട് നിങ്ങൾക്ക് ദേഷ്യമോ വിരോധമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ള നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ നല്ല അഫർമേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളാണ് പലപ്പോഴും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളൊക്കെ നഷ്ടമാക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരുപാട് നല്ല അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ്. നമ്മൾ പോസിറ്റീവായിട്ടിരുന്നെങ്കിൽ മാത്രമേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല ഈ സമയം നിങ്ങളുടെ ആ ഒരു ഷാഡോ സെൽഫൊക്കെ അതൊക്കെ ഒന്ന് പുറത്തേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരാം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് പിണങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള ചില സിറ്റുവേഷൻസ് ചില ആളുകൾക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് നിങ്ങളൊന്ന് വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആരോട് സംസാരിക്കുമ്പോഴും അതിൽ നല്ലൊരു ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ വളരെ വലിയ ലക്ഷ്യത്തിലേക്ക് നിങ്ങളിവിടെ യാത്ര ചെയ്തു പോകുന്നു എന്നുള്ളതാണ്.
ഇതിൽ ഒരു വലിയ ലക്ഷ്യം മുൻനിർത്തി ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തണം. അത് അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഇവിടെ നിങ്ങൾ സ്പീഡിൽ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് എക്സാം പാസ്സാകുന്നതായിരിക്കാം, നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാകാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഉള്ളൊരു ഹെൽത്ത് ഇഷ്യൂ അത് മാറുന്നതാകാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി മുന്നോട്ട് പോകാനാണ് തീർച്ചയായിട്ടും ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു ട്രാവലിൻ്റെ എനർജി കാണുന്നുണ്ട്. നിങ്ങൾ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു എനർജിയാണിത്. അതായത് പിന്നത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം ചിലപ്പോൾ അതിലൊരു തീരുമാനമൊക്കെ നിങ്ങൾ പെട്ടെന്ന് എടുത്ത് അതിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാനും ഒരു ധൈര്യവും ചുറുചുറുക്കും ഒക്കെയാണ്. അങ്ങനെയൊക്കെ തോന്നി തുടങ്ങുന്ന ഒരു സമയമാണ്. മാത്രമല്ല ഇതിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തൊരു കാര്യം അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നൊരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിട്ടും, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളൊരു ബിസിനസ്സൊക്കെ ആരംഭിച്ച് അതിന് വേണ്ടിയിട്ടൊക്കെ പ്രോഫിറ്റ് അതിൽ നിന്നും ലഭിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു എനർജിയും ഉണ്ട്. തീർച്ചയായിട്ടും ഇതൊരു വെയിറ്റിംഗ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു 7 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങൾ ഇവിടെ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്തൊരു കാര്യം അതിന് റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു എഫേർട്ട് എടുത്ത കാര്യം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നേടിത്തരുന്നൊരു കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ക്ഷമ വേണം എന്നുള്ളതാണ്. അതെന്ത് കാര്യത്തിനായാലും നമുക്കൊരു ക്ഷമയുണ്ടാവണം. എടുത്തു ചാടി ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പോകരുത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ എന്തോ ഒരു കാര്യം ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു റിസൾട്ടിനായിട്ട് കാത്തിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ആ ഒരു ഫലം, നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു ഫലം കിട്ടിത്തുടങ്ങുന്ന എനർജി തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങൾക്കുള്ള റിസൾട്ട്, ആ ഒരു അർഹിക്കുന്ന റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഹെർമിറ്റിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയം മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. യൂണിവേഴ്സിൽ നിന്നും ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ആ ഒരു ഹാർട്ട് ചക്രയൊക്കെ ഓപ്പൺ ആകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് നിങ്ങൾ തുടർന്ന് ചെയ്യണം എന്നുള്ളതാണ്. ഈ ഒരു സമയം ചില ആളുകൾക്ക് ആൾക്കൂട്ടത്തിൽ നിന്നുമൊക്കെ ഒന്ന് തനിയെ മാറിയിരിക്കാനും ഒക്കെ തോന്നുന്നൊരു സമയമാണ്. നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, അതായത് മെഡിറ്റേഷനും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സമയം കണ്ടെത്തുന്നുണ്ടാവാം. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് സ്പിരിച്വലി സെൽഫായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും മെഡിറ്റേഷനുമൊക്കെ നല്ലൊരു കോൺസെൻട്രേഷൻ കിട്ടുമെന്ന് കാണുന്നുണ്ട്. നല്ലൊരു ഫലം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു മെഡിറ്റേഷനാണ് കാണാൻ കഴിയുന്നത്. ഈ സമയം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ് മെഡിറ്റേഷനാണ്. അപ്പോൾ നിങ്ങളൊന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിനകത്ത് ധാരാളം എനർജി, പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ സ്പിരിച്വൽ ആക്ടിവിറ്റീസിന് സെയിം ആയിട്ടുള്ള ഫലം കിട്ടുമെന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ പറ്റില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ധൈര്യമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളിരിക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു ഇന്നർ ലൈറ്റ് അത് കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രകാശമാകേണ്ട ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേയധികം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ കാമായിട്ടിരിക്കുക. പിന്നെ ഈ ഒരു സമയം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റയ്ക്കിരിക്കാനൊക്കെ ഒരു തോന്നലുണ്ടാവാം. അതായത് കൂടുതലായും മറ്റുള്ളവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാതെ ഒറ്റയ്ക്കിരിക്കണം എന്നൊക്കെ തോന്നി തുടങ്ങുന്ന കുറച്ച് ആളുകളുടെ ഒരു എനർജി ഇതിലുണ്ട്.
പിന്നെ ഇവിടെ 2 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു എന്നാണ്. ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കാതെ ഒന്ന് വിഷമിച്ചിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. 7 ഓഫ് കപ്പിൻ്റെ തൊട്ടു താഴെയാണ് 2 ഓഫ് സോഡ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകളിൽ തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്നു. 2 സിറ്റുവേഷനിൽ ജഗിൾ ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക. എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലല്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്തെന്നാൽ, എനിക്കറിയാത്ത കാര്യം അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യം പ്രപഞ്ചത്തിന് വിട്ടു തരുന്നു, ദൈവം തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ വിട്ടുകൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഒരു സെലിബ്രേഷൻ്റെ എനർജിയാണിത്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ടോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ടോ ഒക്കെ ഉള്ളൊരു യാത്ര ഈ സമയം ഉണ്ടെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ കുറേ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. ഒറ്റയ്ക്കിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നായിരിക്കാം ഇങ്ങനെയൊരു സാഹചര്യം വരുന്നത്. ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് കുറേ കാലം കൊണ്ട് അടഞ്ഞിരുന്ന് ആരുമായിട്ടും ഒരു കണക്ഷനും ഇല്ലാതെ ഇരുന്ന ഒന്ന് ഉൾവലിഞ്ഞിരുന്ന ആൾക്കാർക്ക് ഈ സമയം ഒന്ന് പുറത്തു പോകേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും. മാത്രമല്ല നിങ്ങളുടെ ആ ഒരു എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആകുന്ന ആളുകളുമായിട്ട് നിങ്ങൾക്കൊന്ന് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടിരുന്ന ആ ഒരു അവസ്ഥ ബ്രേക്ക് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഈ സമയം ഉണ്ടാകുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ കൂടുതലും ആൾക്കാർക്കും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത, നിങ്ങൾക്ക് എനർജി തരുന്നൊരു വാർത്ത ഈ സമയം കേൾക്കാൻ പറ്റുമെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾക്കൊരുപാട് ഇമോഷണൽ സപ്പോർട്ട് ഈ ഒരു സമയം ലഭിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് പോലെ ഒരു റീയൂണിയനൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു സന്തോഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തൊട്ടടുത്തായിട്ട് വന്നിട്ടുള്ളത് 4 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇപ്പോൾ ഇതിലൊരു ആഘോഷമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊപ്പം എന്തൊക്കെയോ കാര്യങ്ങളിൽ സന്തോഷത്തോടെ നിങ്ങൾ പങ്കുചേരുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ അതൊരു വിവാഹമാകാം. അങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് കുറേ കാലം കൊണ്ട് കാണാതിരുന്ന ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം കുറേയധികം ആളുകളും ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് സന്തോഷം പങ്കിടുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ പാസ്റ്റിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ അത് നിങ്ങൾ ഹീൽ ചെയ്യണം എന്നുള്ളതാണ്. ചിലപ്പോൾ ഹൃദയം മുറിഞ്ഞു പോയ വേദനയിൽ കൂടി നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം. ചില ആൾക്കാർ ഇത്തരത്തിലുള്ള പാസ്റ്റ് എനർജി വീണ്ടും നിങ്ങളുടെ ഒരു പ്രസന്റ് ലൈഫിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം അത് നിങ്ങൾ ഹീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ വേദനയിൽ നിന്ന് നിങ്ങൾ ഇതുവരെയും മുക്തരായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ വേദന വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സ്ഥായിയായ ഒന്നും തന്നെ നമ്മളുടെ ജീവിതത്തിലില്ല. അതിപ്പോൾ വേദനയായാലും ശരി, സന്തോഷമായാലും ശരി. അതുകൊണ്ട് തന്നെ നമ്മളെ വിഷമപ്പെടുത്തുന്ന കാര്യങ്ങളെ വീണ്ടും വീണ്ടും ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പരിപാടി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഈ ഒരു വേദന നിങ്ങളെ ഹീൽ ചെയ്യാൻ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ സഹായിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് മെൻറ്ററായിട്ടുള്ള ആൾക്കാർ അവർ സഹായിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ സെൽഫായിട്ടുള്ള ഹീലിംഗ് നിങ്ങളിൽ നടക്കുന്നുണ്ടാവാം. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഈ ഒരു സമയം ശ്രമിക്കണം എന്നുള്ളതാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. പിന്നെ 3 ഓഫ് വാൻസ് ആണ്. അപ്പോൾ ഇതിൽ മുന്നോട്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആൾക്കാരാണെന്നുള്ളതാണ്. ഇതിൽ കുറേ ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. കുറേ ആൾക്കാർക്ക് നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. മാത്രമല്ല ഒരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം. അത്തരത്തിലൊരു എനർജിയും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനെയൊക്കെ നിങ്ങൾ ബിസിനസ്സിൽ കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആരിൽ നിന്നും ഒരു ഗൈഡൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്നതുമാകാം. ഒരുപക്ഷെ അതിനുവേണ്ടി നിങ്ങളൊരു യാത്ര പോകുന്നതുമാകാം. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കുറേ സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തിരുന്ന ആ ഒരു കാര്യത്തിന് ഫലം കാണാൻ തുടങ്ങുന്ന സമയമാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിൻ്റെ കുറേ സിഗ്നലുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊരു മെസ്സേജും നിങ്ങൾക്കിവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളിൽ ഹീലിംഗ് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ, നിങ്ങളെ ഏറ്റവും വിശ്വസിക്കുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരോ, നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനോ, ദൈവിക ശക്തികൾ, അവരൊക്കെ നിങ്ങളുടെ ഉള്ളിലെ മുറിവുകൾ സുഖപ്പെടുത്തുന്ന ഒരു സമയമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകാം. ദൈവത്തിൻ്റെ ആ ഒരു തലോടൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ മനസ്സിലാക്കുന്നുണ്ടാവാം. ദൈവം നിങ്ങളെ കൈപിടിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ പുതിയ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. കുറേ വേദനകൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറി ചില ആൾക്കാർക്കൊന്ന് സന്തോഷിക്കാൻ പറ്റുമെന്നുള്ളതാണ്. കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു ചിരിയൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയും കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഈ ഒരു 3 ഓഫ് കപ്സും അതുപോലെ 4 ഓഫ് വാൻസും ഒക്കെ പറയുന്നത് നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള ഒരുപാട് അവസരങ്ങൾ ഈ ഒരു സമയം ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും, നിങ്ങളെ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളാവാം നിങ്ങൾക്കുള്ളത്, പക്ഷെ ആ ഒരു വിഷമത്തിനിടയിലും ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.